ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ഇന്ന് ഓണം സീരീസിൽ നമ്മൾ പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി എന്നൊക്കെ പേരുകളുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് പുളി ഇഞ്ചി. അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായി വളരെയധികം എളുപ്പത്തിൽ എങ്ങനെയാണ് പുളി ഇഞ്ചി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു 200 ഗ്രാം ഇഞ്ചി തോലൊക്കെ ചെത്തി കളഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചോപ്പറിൽ ഇതേപോലെ ചെറുതായിട്ട് അരിയുക. ചോപ്പർ ഇല്ലെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ഇനി 2 നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പിഴുപുളി, വാളൻ പുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പുളിയുടെ സത്ത് ഇറങ്ങി വരും. ഇനി ഞാനൊരു വലിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലും നമ്മളിത് പ്രത്യേകിച്ച് പിന്നെ മിക്സിയിൽ അരയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിത് ഒരു മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്കിതൊരു നല്ല ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കണം. നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. കാര്യം ഇത് നല്ല ബ്രൗൺ നിറമായാൽ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ അടുത്ത് തന്നെ നിന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ആറാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ആറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം. കണ്ട ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ട് പൊടിഞ്ഞിട്ട് പ്രത്യേകിച്ച് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കടുകിലേക്ക് നമ്മൾ ഒരു 2 വറ്റൽമുളകും ഒരു 2 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഇഞ്ചി പുളിക്കകത്ത് നമ്മുടെ ചെറിയ ഉള്ളി ഇടാറില്ല കേട്ടോ. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് 3 എണ്ണം, അല്ലെങ്കിൽ ഒരു 5 എണ്ണം വരെ ആകാം. ഇനി ഇത് പച്ചമുളകിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കുക. അതിലേക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുളകൊന്നും കരിഞ്ഞു പോകാതിരിക്കാനാണ്. അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, എല്ലാം 1/4 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പിഴിപുളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇഞ്ചിക്കറിയും പുളിയിഞ്ചി തമ്മിലുള്ള ഡിഫറൻസ്. ഇതിൽ പുളി ഇച്ചിരി മുന്നിട്ട് നിൽക്കും, അതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പുളിയിലേക്ക് ഒരു 2.5 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ടാണ് കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്കൊരു ശർക്കര സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കാണും. ശർക്കര സിറപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര ചീകിയത് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന, കൈകൊണ്ട് തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ശർക്കര പാനി ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എനിക്കിച്ചിരി കുറവായിട്ട് തോന്നി. അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ശർക്കര പാനി ചേർത്തിട്ടുണ്ട്. നിങ്ങളത് ചേർത്ത് നോക്കിയിട്ട് നോക്കുക. കാര്യം ഇതിൽ മധുരവും പുളിയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്, എരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയിൽ നിന്നും ഒരു പൊടിക്ക് പുളി കൂടുതലാണ് പുളിയിഞ്ചി കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് വെട്ടി തിളച്ച് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ശരിക്കും ഇത് നമ്മൾ സദ്യയ്ക്ക് ഒരു 2 ദിവസം മുന്നേ ഉണ്ടാക്കിയാൽ നല്ല സെറ്റായിട്ടിരിക്കും. നമുക്ക് വെളിയിൽ തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, ഒന്നും ചീത്തയാകുകയില്ല. ഇനി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.